നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ എമ്മൗസ് യാത്ര. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 13 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ, നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ടെന്ന് 3 നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുവിന് എന്തെല്ലാം ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്, ആരെയെല്ലാം കാണാനുണ്ട്. തീർച്ചയായിട്ടും തൻ്റെ അമ്മ, തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ 11 ശിഷ്യന്മാർ, തനിക്ക് വേണ്ടി ഈ വർഷങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്ത സ്ത്രീരത്നങ്ങൾ, അതുപോലെ തന്നെ സ്വീകരിച്ച് സൽക്കരിച്ച വീടുകൾ, അങ്ങനെ നിന്നയും അപമാനവും ഏറ്റുകൊണ്ട് തൻ്റെ പിന്നാലെ യാത്ര ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ കാണണം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം തനിക്ക് എവിടെയും പ്രത്യക്ഷപ്പെടാൻ കഴിയുമായിരുന്ന ഒരു ആത്മീക ശരീരമാണ് യേശുവിനുണ്ടായിരുന്നത്. പക്ഷേ യേശു ഒരിക്കലും പീലാത്തോസിൻ്റെ അരമനയിൽ പോയില്ല. പീലാത്തോസ് പേടിക്കും എന്ന് തനിക്കറിയാം. ഹന്നാമിൻ്റെയോ കയ്യഫാവിൻ്റെയും അങ്ങനെ മഹാപുരോഹിതന്മാരുടെ അരമനയിൽ ഒന്നും പോയി അവരെ ഒന്ന് വിരട്ടാൻ, അവരെ പേടിപ്പിക്കാൻ യേശു തയ്യാറായില്ല. അതുപോലെ യേശുവിനെ അടിക്കുകയോ തുപ്പുകയോ മുൾമുടി തലയിൽ വയ്ക്കുകയോ വസ്ത്രം പറിച്ചെടുക്കുകയോ ചെയ്ത ആളുകളെ ഒക്കെ ഒന്ന് കണ്ടേക്കാം, അല്ലെങ്കിൽ അവരുടെ മുമ്പാകെ ഒന്ന് നടന്നേക്കാം. ഒരിക്കലും യേശു മാനസികമായിട്ട് പോലും അവരെ ഒന്ന് തളർത്താനോ ഭയപ്പെടുത്താനോ ഒന്നും തയ്യാറായില്ല. യേശു പ്രത്യക്ഷപ്പെട്ടതൊക്കെ തൻ്റെ അരുമ ശിഷ്യന്മാർക്കായിരുന്നു. ഇവിടെ 2 പേരോടുകൂടെ യേശു 7 നാഴിക നടക്കുകയാണ്. യെരുശലേം മുതൽ എമ്മൗസ് വരെ 7 നാഴികയുണ്ട്. ഇറക്കവും കയറ്റവും ഉണ്ട്. അന്നത്തെ വഴികളൊന്നും ഇതുപോലെ നല്ല വഴികളല്ല. പക്ഷേ അവർ നിരാശപ്പെട്ട് അവർ തിരിച്ചു പോവുകയാണ്. ഒരാളുടെ പേര് ക്ലെയോപ്പാവ് എന്നാണ്. അവർ 2 പേരും പോയത് ഒരു വീട്ടിലേക്കാണ്. ഞങ്ങളോടുകൂടെ പാർക്ക എന്ന് അവർ യേശുവിനോട് പറയുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ക്ലെയോപ്പാവിൻ്റെ ഭാര്യയാകാൻ മറ്റേത്. കാരണം യേശുവിൻ്റെ കുരിശിൻ്റെ അരികെ ക്ലെയോപ്പാവിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എന്ന് വാക്യമുണ്ട് യോഹന്നാൻ സുവിശേഷം 19 അധ്യായത്തിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ശബ്ബത്തിൽ സ്വസ്ഥമായിരുന്ന ശേഷം ഞായറാഴ്ച അവർ തിരിച്ചു പോവുകയാണ്. കാരണം യേശുവിനെ കൊല്ലുമെന്ന് അവർ വിചാരിച്ചില്ല. അവർ വിചാരിച്ചത് യേശു ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കുമോ, അല്ലെങ്കിൽ ഇസ്രായേലിന് രാജ്യസ്ഥാനത്താക്കി കൊടുക്കും, പീലാത്തോസിനെയൊക്കെ ഓടിച്ച് സ്വതന്ത്ര രാജ്യം നൽകും എന്നൊക്കെയാണ് അവർ വിചാരിച്ചത്.
പക്ഷേ അവരുടെ കണക്കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഒരുപാട് അത്ഭുതമൊക്കെ ചെയ്ത ആളാണ് യേശു എങ്കിലും ഒരു ശക്തിയും ഇല്ലാത്തവനായിട്ട് തീർന്ന് അവരുടെ അടിയും നിന്നയും തുപ്പലും കേൾക്കാനൊക്കെ ഇടയായതോടെ ഈ ശിഷ്യന്മാർ ഇവർ രണ്ടുപേരും നിരാശരായി. എന്തായാലും അവർ ശബത്തിൽ അടങ്ങി യഹൂദന്മാരുടെ രീതി അനുസരിച്ച് സ്വസ്ഥമായിരുന്നിട്ട് ഞായറാഴ്ച അവർ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തു. ആരോ പറഞ്ഞു ആ കല്ലറ തുറന്ന് കിടക്കുന്നുണ്ട്, യേശുവിൻ്റെ ശരീരം കാണാനില്ല, ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവൻ ഉയർത്തു എന്ന് പറഞ്ഞു. പക്ഷെ ആരും അവനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് ശരിയായിരിക്കില്ല. യേശു അടിയേറ്റതും നിന്നയേറ്റതും തുപ്പലേറ്റതും വിവസ്ത്രനായതും ഒക്കെ ശരിയാണെങ്കിൽ, മരിച്ചത് ശരിയാണെങ്കിൽ, അടക്കപ്പെട്ടത് ശരിയാണെങ്കിൽ ആ ശരീരം ആരോ എടുത്തതാണ്. തീർച്ചയായിട്ടും അതോടനുബന്ധിച്ചുള്ള പൊല്ലാപ്പുകളൊക്കെ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് വിട്ടുപോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പീലാത്തോസ് പറഞ്ഞതുപോലെ നമുക്ക് കൈ കഴുകാം എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. പക്ഷെ അവരെ അങ്ങനെ വിട്ടുകളയാൻ യേശുവിന് മനസ്സായില്ല. പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ പ്രത്യേകത ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി കെടുത്തുകയില്ല എന്നാണ് യെശയ്യാപ്രവചനത്തിൽ 40-ാം അധ്യായത്തിലോ അല്ലെങ്കിൽ 42-ലോ ഒക്കെ എഴുതിയിട്ടുള്ളത്. ദൈവം മനുഷ്യനായി തീരുമ്പോൾ ഏത് എളിയവനെയും ആദരിക്കും, വിശ്വാസം കുറഞ്ഞവനെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കും, നിരാശപ്പെട്ടു പോയവരുടെ നിരാശയൊക്കെ മാറ്റും. അങ്ങനെയുള്ള നല്ല ഇടയനാണ് യേശു. ഒരു ഇടയൻ എന്ന് പറയുമ്പോൾ തള്ളയാടുകളെ പതുക്കെ നടത്തും, കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കും, ഒടിഞ്ഞതിൻ്റെ കാല് വെച്ച് കെട്ടും, ദീനം പിടിച്ചതിനെ ശക്തീകരിക്കും, അതുപോലെ ദീനമുള്ളതിനെ പ്രത്യേകം പരിചരിക്കും. അതാണല്ലോ കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തും. ഇതൊക്കെയാണല്ലോ ഒരു നല്ല ഇടയൻ്റെ ശുശ്രൂഷ. ഇവിടെ നമ്മുടെ കർത്താവ് അങ്ങനെയാണ്. താൻ ഇടയനാണ്. താൻ മനുഷ്യന് വേണ്ടി ഒരിക്കൽ യാഗമായി അല്ലെങ്കിൽ മരിച്ചു രക്ഷാമാർഗം ഒരുക്കുക മാത്രമല്ല, തന്നെ വിശ്വസിച്ച, തന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ നിരാശ മാറ്റി അവരെ പ്രയോജനപ്പെടുത്തും. അതും തൻ്റെ ശുശ്രൂഷയിൽപ്പെട്ടതാണ്. കർത്താവായ യേശു ഉയർത്ത ദിവസം പലരെയും കാണാനുണ്ടെങ്കിലും ഈ നിരാശപ്പെട്ടു പോയ ഈ മനുഷ്യരുടെ കൂടെ യാത്ര ചെയ്ത് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വഴി നടന്ന് എന്താണ് സംസാരിക്കുന്നത്? അപ്പോൾ യേശുവിനെ ഒരു യെരുശലേമിലുള്ള ഏതോ ഒരു പരദേശിയായിട്ട്, ഒരു അന്യനാട്ടുകാരനായിട്ട് മാത്രം തോന്നിയിട്ട് അവർ ചോദിച്ചു, നീ മാത്രം ഇത് അറിയാതിരിക്കുന്നോ യേശുവിൻ്റെ കാര്യം? യേശു ദൈവരാജ്യം സ്ഥാപിക്കുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ അവനെ അവർ കൊന്നു, അവൻ ഉയർത്തുന്നൊക്കെ ചിലരിങ്ങനെ പറയുന്നു, പക്ഷേ കണ്ടവരാരുമില്ല, ഞങ്ങൾ പോവുകയാണ്. അപ്പോഴാണ് യേശു അവരോട് പറയുന്നത്, മോശ തുടങ്ങി സകല തിരുവെഴുത്തിലും യേശു മരിക്കും, ദൈവം മനുഷ്യനായവൻ ശിക്ഷ ഏൽക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് എത്രയോ വാക്യങ്ങളുണ്ട്, നിങ്ങളതൊന്നും വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ച് അവരുടെ ചിന്തയെ ബൈബിളിലേക്കും അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവത്വത്തിലേക്കും തിരിപ്പിക്കാൻ യേശു ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നിരാശപ്പെട്ടുപോയ അല്ലെങ്കിൽ കൺഫ്യൂഷനിലുള്ള ആളുകളെ അങ്ങനെ ഉപേക്ഷിക്കുന്നവനല്ല, അവരെ പ്രയോജനപ്പെടുത്തുന്നവനാണ്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ നിരാശപ്പെട്ടു പോയ 2 ആളുകളുടെ കൂടെ യേശു 7 നാഴിക നടന്നു. യേശു അവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളത്. നമ്മുടെ കർത്താവ് കുടുംബങ്ങളെ സ്നേഹിക്കുന്നവനാണ്, വ്യക്തികളെ സ്നേഹിക്കുന്നവനാണ്, നിരാശ മാറ്റുന്നവനാണ്, ധൈര്യപ്പെടുത്തുന്നവനാണ്, പ്രയോജനപ്പെടുത്തുന്നവനാണ്. ഈ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, സേവിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.